നസ്ലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ടിയാണ്. നമ്മൾ എങ്ങനെ കാണുന്നത് അങ്ങനെ തന്നെയാണ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. ഐ തിങ്ക് നോട്ട് ദാറ്റ് ഹീസ് എ വുമനൈസർ ആൻഡ് ഗോസ് അറൗണ്ട് എവറിബഡി. ഒരു സീറ്റ് ഒലക്ക. പക്ഷെ സ്നേഹം കൂടുതൽ നോയലൊക്കെയാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് കാലിത്? എങ്ങനെയാണ് ബേസിക്കലി ഈ ടേക്ക് ഒക്കെ ഒരുപാട് എടുക്കാൻ നേരത്ത് ഉള്ളൊരു മൂഡ്? നല്ല മൂടാണ് വെച്ചാണ്. ഒന്നും പറയില്ല. അതൊന്ന് ഒരു ഐഡിയ തരും, ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ഇതാണ്, അങ്ങനെയൊക്കെ പറയുള്ളൂ. ഇങ്ങനെ ഒരു അനുപമ എന്ന ക്യാരക്ടറാണ്, നസ്ലിൻ ലവ് ഇൻട്രസ്റ്റ് ആണ്, അങ്ങനെ അങ്ങനെ അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മള് ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ ഞാൻ ഇവരുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് സ്ഥിരം പോയിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും കഥ എന്താണെന്നും പറഞ്ഞത് ഞാൻ നമ്മളോടൊക്കെ പറയത്തില്ല, നസ്ലിനോട് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചോദിച്ചു നസ്ലിന് എനിക്ക് പറഞ്ഞൂടാ. ഒരു ബോക്സിംഗ് പടമാണ്, കുറച്ച് ഫിസിക്കൊക്കെ ഉള്ളവരെ എടുക്കുന്നതെന്ന് അവർ തമ്മിൽ പറയും. അപ്പൊ ഞാൻ നടക്കുന്നത്. എന്നാ ശരി. അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. ഗാങ്സ് ഓഫ് ആലപ്പുഴ ജിങ്കാനയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു മൂവി മാൻ. അപ്പം ആദ്യം എല്ലാരും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഞാൻ ആരാണ്, ഏത് കഥാപാത്രമാണ്? എൻ്റെ ഒരു ഫ്രാങ്കോ, ഞാൻ ഇതിൽ ഷിഫാസ് അലി എന്ന് പറയുന്ന ക്യാരക്ടർ. ഷോൺ കിരൺ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. കാർത്തി ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ക്യാരക്ടർ. എൻ്റെ പേര് നോയില. ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത് ഷെറിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. എൻ്റെ പേര് നന്ദ. ഞാൻ അനുപമ എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഈ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത്, അല്ലെങ്കിൽ ഈ ചിത്രം ചെയ്യണമെന്ന് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് എന്തായിരുന്നു? ഒരേ ഒരു അതന്നെ. പിന്നെ ഇത്ര നല്ലൊരു ക്രൂ ആണ്, പരിപാടിയാണ്, നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എന്തായാലും സന്തോഷം. എല്ലാവർക്കും ആ ഒരു മൊമെന്റ് ആയിരുന്നു ഖാലിദ് റഹ്മാൻ മൂവി എന്ന് പറയുമ്പോൾ അതിലും വലിയ എൻ്റെ ഒരു ഡെബ്യൂവും കൂടിയാണ് എൻ്റെ. അപ്പം ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല എന്നതാണ്. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഒരു ഖാലിദ് റഹ്മാൻ മൂവീസ് എന്ന് പറയുമ്പം അനുരാഗരിക്കം വെള്ളത്തിൽ നിന്ന് തുടങ്ങി, പിന്നീട് തല്ലുമാല എത്താൻ നേരത്ത് ബേസിക്കലി പുള്ളി എന്തും ചെയ്യുന്ന ഒരു മൂമെന്റിലേക്ക് എത്തിയല്ലോ. തല്ലുമാല എന്ന് പറഞ്ഞാൽ പുള്ളി ആ ഒരു ബ്രേക്ക് ചെയ്തു, ആ മൂമെന്റിനെ എല്ലാം ബ്രേക്ക് ചെയ്തു. ആലപ്പുഴ ജിംഖാന എത്താൻ നേരത്ത് എന്ന് പറയുന്നത് നോർമലി ചെന്ന് അഭിനയിക്കുക എന്നൊരു ടാസ്ക് അല്ലല്ലോ. ഇച്ചിരിയും കൂടെ അതിന് വേണ്ടി, ആ സ്പോട്ടിന് വേണ്ടി തയ്യാറെടുക്കണം. ആലപ്പുഴ ജിംഖാന പ്യുവർലി പ്രീ പ്രൊഡക്ഷൻ വർക്കിലൊക്കെ ഒരുപാട് എഫേർട്ടുള്ള ഒരു ആക്ടറിനെയും കൊണ്ട് പണിയെടുപ്പിക്കുന്ന പടമാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് എൻജോയ് ചെയ്തൊരു ആക്ടർ? ഞങ്ങൾക്ക് 6 മാസം തന്നെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു പടത്തിന് മുന്നേ തന്നെ. അതിൽ തന്നെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പറ്റി. പിന്നെ ഷൂട്ട് തുടങ്ങുമ്പോൾ ആ ഒരു ടഫ്നെസ് തോന്നിയില്ല, കാരണം എന്തുണ്ടെങ്കിലും അവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫ്രീഡം ആയിരുന്നു, സെറ്റിലുണ്ടായിരുന്നു. എസ്പെഷ്യലി ന്യൂ കം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയിട്ടുണ്ട്. ഇവൻ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ടീമിൻ്റെ കൂടെയാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഹാപ്പി ഫോർ മീ. എല്ലാവർക്കും ആ ഒരു മൂവ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ബേസിക്കലി ബോക്സിംഗ് ഇല്ല, അപ്പൊ പിന്നെ എനിക്ക് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതായിട്ട് ഇവര് ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് പോകും. അവിടെ ഇപ്പൊ റഹ്മാനിക്കാണെങ്കിലും ഫുൾ ടൈം അവിടെ ഉണ്ടാവും. അപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിയും അതിന്റെ കൂടെ തന്നെ ഭയങ്കര ഇൻവോൾവ് ആയി, ഇവര് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത്, അപ്പൊ അങ്ങനെ ഭയങ്കര റഹ്മാനിക്ക് ഭയങ്കര ഇൻവോൾവ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ആ ഒരു ബോണ്ടിങ് ഈ പറഞ്ഞ പോലെ അപ്പം മുതലേ എല്ലാവർക്കും അറിയാം. 5 മാസമൊക്കെ ഏകദേശം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം മുതലേ അറിയാം. എനിക്കൊന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സിനിമയ്ക്കകത്ത് വർക്കായി നോക്കുന്നുണ്ട്. നന്നായിട്ട് ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് ഖാലിദിക്ക് ബേസിക്കലി പുള്ളി ഒരു ബോക്സർ ആണല്ലേ, അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെന്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? ഇടയ്ക്ക് വെച്ചത് അറിയുന്നത് ഇവരുടെ ഒരു ലൈഫിലുണ്ടായ ഒരു ഇൻസിഡന്റും പരിപാടിയൊക്കെ ആണെന്ന് കുറച്ചൊക്കെ ഒരു പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസിക്കലി ഈ സബ്ജക്ട് എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിലുണ്ടായ കഥയാണ്. അതിന്റെ കുറച്ചൊക്കെ പാട്ട് മൊത്തമായിട്ട് എങ്ങനെയാന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായല്ലോ ഈ ജിംഷിയാല്, ഇവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു കുറച്ച് ഫ്രണ്ട്സിന്റെ ഇടയിലുണ്ടായി പോയിപ്പുണ്ടായ കുറച്ച് ഇൻസിഡന്റ് പരിപാടികളാണ് പിന്നീട് ഞങ്ങൾ ചിന്തയിലേക്ക് എത്തിയെന്ന് തോന്നുന്നു.
എനിക്കും ഞാൻ ഓഡിഷന് വരുമ്പോൾ തന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ടുപേരും ഞാൻ ഇങ്ങനെ നടുക്കിയിരിക്കുക. അപ്പോൾ അവര് അല്ലല്ല, ഞങ്ങളുടെ ഓഡിഷന് 3 പേരുണ്ടായിരുന്നു. അപ്പൊ 2 പേരുടെ നടുക്ക് അങ്ങനെ ഇരിക്കുമ്പോ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇതൊരു ബോക്സിംഗ് പടമാണ്, കുറച്ച് ഫിസിക്കൊക്കെ ഉള്ളവരെ എടുക്കുന്നതെന്ന് അവര് തമ്മിൽ പറയും. അപ്പൊ ഞാൻ നടക്കുന്നത് എന്നാ ശരി. അപ്പൊ എന്നെ സംബന്ധിച്ച ഞാൻ ഫിസിക്കലി ബോക്സിംഗ് പരിപാടി ഒന്നും എന്റെ മൈൻഡിലില്ല. ആദ്യമായിട്ട് ഇവർ 2 പേര് 2 സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുമ്പോ നടുക്കിരുന്ന് കേൾക്കുക. ഇപ്പൊ മേളിലോട്ട് വിളിക്കും ഓഡീഷന്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. പക്ഷെ ചെന്നപ്പോഴാണ് എനിക്ക് പറ്റിയൊരു ക്യാരക്ടറാന്ന് പറഞ്ഞു തന്നു. ചെയ്യിപ്പിച്ചപ്പോഴും അവർക്ക് ഓക്കെ ആയി. അങ്ങനെ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയാണ്. ഈ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഡയറക്ടർ എങ്ങനെയായിരുന്നു ഈ സംഗതിയെ പറഞ്ഞത്? ഇപ്പൊ അതിന്റെ ബിഹൈൻഡ് ദി സീൻസ് വീഡിയോയിലൊക്കെ ഡയറക്ടർ ഇങ്ങനെ ഓരോ ഇത് കാണിക്കുന്നതുണ്ട്. നമുക്ക് ഇപ്പം ഭിന്നേത്താന്റെ ഒരു സീൻ ഉണ്ടല്ലോ, ബോക്സിങ്, അതായത് ചിമ്പു ബോക്സർ ആണെന്ന് തിരിച്ചറിയുന്ന ഒരു ഷോട്ടിലുണ്ട്. പുള്ളിയുടെ കാലിലൊരു ഷോട്ട് വെച്ചിട്ട് ആ സംഗതി ഇങ്ങനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പം അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ആ ടൈമിൽ നമ്മൾ ടീനേജിലൊക്കെ കണ്ടോർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബോക്സിംഗ് ഫിലിംസിൽ ഇല്ലെങ്കിൽ ഒരുപാട് സ്റ്റലോണിന്റെ ഫിലിമിലൊക്കെ കാണാവുന്ന പോലെ ഒരുപാട് ബോക്സിംഗ് ഷോട്ട്സുകളുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഈ 8 പേര് കുറച്ച് പേരുണ്ട്, ഈ 9 പേരല്ലേ, 9 ബോയ്സ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഓരോ ഇമോഷണലാണ്. ഓരോ ഫൈറ്റിനും ഓരോ ഇമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയാണ്. അത് ഓരോരുത്തരുടെ അനുസരിച്ച് അങ്ങനെയാണ് അത് ചെയ്തത്. അത് ബോക്സിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ, ഈ പടത്തില്. അത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള സാധാ പടങ്ങളിൽ നിന്ന്, ബോക്സിംഗ് പടങ്ങളിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റുന്ന ബോക്സിംഗ് കാണുന്ന ഒരു പരിപാടി ഉണ്ടാവും ഇതില് എന്നുള്ളതാണ്. കാരണം ഇപ്പോ ജോഫിൽ കോച്ചും റഹ്മാൻകയും കൂടിയിട്ടാണ് ഇതിലത്തെ ബോക്സിംഗിന്റെ കൊറിയോഗ്രാഫി, ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. അപ്പൊ റഹ്മാൻക്കും നന്നായിട്ട് ബോക്സിംഗ് അറിയാം, ജിംഷിക്കും 2 പേരും അറിയുന്നുണ്ട്. ഒരു 3 പേരും തമ്മിലുള്ള ഒരു ഇത് ഭയങ്കര കണക്ഷൻ ഉണ്ട്. സ്ട്രീറ്റ് ബോക്സിംഗ് സ്ട്രീറ്റ് ബോക്സിംഗ് ജിംഷിക്ക് ഉദ്ദേശിച്ച് നമ്മൾ അവസാനം ക്ലൈമാക്സിൽ കണ്ടില്ല, അവസാനമാണ് സ്ട്രീറ്റ് ബോക്സിംഗ്. അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് കണ്ട പോലെ അങ്ങനത്തെ ഒരു സീക്വൻസ് ആണ് ഹൈലൈറ്റ്. നമ്മ ഇത് കഴിഞ്ഞിട്ടുണ്ടാവുമ്പോ നമുക്ക് ഉണ്ടാവുന്ന മരണം സാധാ പരിപാടിയല്ല. ഓഫ്കോഴ്സ് നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ബോഡി ലാംഗ്വേജും പരിപാടി മൊത്തത്തിൽ മാറും. അപ്പൊ ഉണ്ടാവുന്ന ഈ ഫൈറ്റ് ഓഫ്കോഴ്സ് അതേ വരുള്ളൂ, ബോക്സിംഗ് പരിപാടികളെ വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ നാടൻ തല്ല് അവിടെ വരില്ല. നമ്മുടെ കൈയും കാലും ഒക്കെ ഉണ്ടാവും, അതിലേക്ക് മാറി ഉണ്ടാവും. ഓപ്പോസിറ്റ് നിൽക്കുന്നവര് അതുപോലെ ആകുമ്പോൾ മൊത്തത്തിൽ. പിന്നെ ഈ ലവ് ട്രാക്ക് എങ്ങനെയായിരുന്നു? അതാണല്ലോ നിങ്ങളുടെ രീതി. ലവ് ട്രാക്ക് പാട്ടിനെ പറ്റിയാണ്. ബേസിക്കലി ഇപ്പൊ നെസ്ലിനുമായിട്ടുള്ള ഒരു സീക്വൻസ് ആണെങ്കിലും. അതെ, അത് ഞങ്ങള് 3 പേരുണ്ടല്ലോ. ആൾക്ക് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. അപ്പോ അങ്ങനെ ഞങ്ങള് 2 പേരും ചിലപ്പോ ഐ ഡോണ്ട് നോ, ഇപ്പൊ പടത്തില് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാസ് കം ഔട്ട്, ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈവൻ നസ്ലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ക്യൂട്ടിയാണ്. നമ്മൾ എങ്ങനെ കാണുന്നത് അങ്ങനെ തന്നെയാണ് ഇൻ റിയൽ ലൈഫ് ഓൾസോ. ഐ തിങ്ക് നോട്ട് ദാറ്റ് ഹീസ് എ വുമനൈസർ ആൻഡ് ഗോസ് അറൗണ്ട് എവറിബഡി, ബട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. നെസ്ലിനുമായിട്ട് ഇപ്പം നമ്മൾ പ്രേമലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, റൊമാൻറ്റിക് ഇതിനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന ഒരു ആക്ടറാണ് ബേസിക്കലി നെസ്ലി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നെസ്ലിനുമായിട്ട് ഈ റൊമാൻസ് സീൻസ് ആണെങ്കിൽ? ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. റൊമാൻറ്റിക് ലൈൻസ് ഒക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സ്പോണ്ടേനിറ്റി അത് നമ്മളും ആസ് എ കോ ആക്ടർ നമ്മളും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. he'll come up with something new and we have to അത് പിടിച്ചു നിൽക്കണം നമ്മളും. we have to stand up with it. അപ്പോൾ അങ്ങനെ it's very nice to work with him ആ ഒരു മേഖലയിൽ. ഈ പറഞ്ഞ പോലെ ആൾക്ക് സ്പോട്ടിൽ വരും. എന്താണെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താൽ മതി റഹ്മാനക്ക. അപ്പം എക്സ്പ്രഷൻ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പം എനിക്കിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ എങ്ങനെയാന്നുള്ളത്. അപ്പോൾ എനിക്കും നസ്ലിൻ ഹെൽപ്പ് ചെയ്യും. നീ ഇങ്ങനെ ചെയ്താൽ കുറച്ച് ഓക്കെ ആയിരിക്കും, അങ്ങനെ അങ്ങനെ. അപ്പം അങ്ങനെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ ആക്ച്വലി എന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ രസമാണ് വർക്ക് ചെയ്യാൻ. നമ്മൾ ഈ ഫിലിമിലെ കാണുന്ന പോലെ തന്നെ റിയൽ ലൈഫിലും ആ സംസാരവും ക്യൂട്ട്നെസ്സും എല്ലാം. അതുകൊണ്ട് ഇറ്റ് വാസ് ഫൺ. ബോക്സിംഗില് നെസ്ലിന്റെ ഒരു എല്ലാവർക്കും ഓരോരോ സ്റ്റൈലാണ്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വേറെ ആരും അങ്ങനെ സൗത്ത് പോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഓരോരുത്തരും ഓരോ സ്റ്റൈൽ, എല്ലാവർക്കും അവരവരുടേതായ സ്റ്റൈൽ. അവരത് ട്രെയിനിങ് കോച്ചിങ് മുതലുള്ള കോച്ചും, അതായത് ജോഫിൽ കോച്ചും റഹ്മാനിക്കും കൂടി ഇരുന്ന് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ തന്നെ ഓരോ ഫൈറ്റിനും അതിൻ്റെതായ
പേസും അവരവരുടേതായ സ്റ്റൈലൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാർത്തികയാണെങ്കിൽ ജാൻമോൻ്റെ ഷോൻ്റെ എല്ലാവരും വേറെ വേറെ രീതിക്കാണ്. നസ്ലിനെയും സാധനം അടിപൊളിയായിട്ടാണ് എല്ലാവരും നൈസായിട്ട് വന്നത്. In that interview, Rahman sir is saying also, no, charm varte, അങ്ങനെയാണ് ആളുടെ ഒരു characterization ചെയ്തേക്കുന്നത്. മീൻസ് ആ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബോക്സിംഗിലേക്ക് ഇറങ്ങാൻ നേരത്ത് അതിന്റെ ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക്കലി ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ നിന്ന് വന്ന ആളുകളല്ലായിരുന്നല്ലോ. എന്തോ റിങ്ങിലിറങ്ങുമ്പോഴാണ് അതെ, മീൻസ് ബോക്സിംഗ് എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഫോമിലേക്ക് വരാൻ നേരത്തുണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പം ആക്ടിങ്ങിന് വേണ്ടിയാണെങ്കിലും അത് ട്രെയിൻ ചെയ്തെങ്കിലും റിങ്ങില് ബോക്സിങ്ങിനെ കുറിച്ച് കൂടുതൽ പറയാനായി. അയ്യോ അങ്ങനല്ല, എല്ലാവരും അതിൻ്റെതായ എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ അല്ലേ. ഇവനായാലും ഫീവറുള്ള ടൈം വരുന്ന ബോക്സിംഗ് ഉണ്ടായിരുന്ന സന്ദീപിന് ഫ്രാക്ചർ, ഓരോരുത്തർക്കും ഓരോരോ ഇതിൽ അവര് 100% എഫേർട്ട് എടുത്തിട്ടാണ് അതിൽ കാണിച്ചു നിൽക്കുന്നത് സ്ക്രീനിൽ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ദിവസത്തോണ്ട് തന്നെ ബോക്സിംഗ് തീർന്നിട്ടില്ല, ഇടവിട്ടായിട്ടാണ് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒക്കെ 5 ദിവസമായിട്ട് എടുത്തിട്ടാണ് എൻ്റെ ഷൂട്ട് മൊത്തം തീർത്ത്. അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെ ഇൻ കേസ് ഇപ്പം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ അത് കഴിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അതെല്ലാം സെറ്റപ്പ് ആക്കി. അതിനൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇത് ചെയ്യാൻ. പിന്നെ എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് ആണ്. വർക്ക് ചെയ്യണ ക്രൂ എന്ന് പറയുന്ന ബിഗ് ക്രൂൻ്റെ കൂടെ റിസൾട്ട് വരുമ്പോൾ അതിനെ കിട്ടും. അപ്പോൾ അവിടെ ഒരു ലേസി തോന്നിയിട്ടില്ല. എങ്ങനെയെങ്കിലും അത് അടിപൊളിയാക്കി എടുക്കണം എന്നുള്ള ഒരു എഫേർട്ട്നെസ് ആയിരുന്നു. ഈവൻ എല്ലാവരും ഇപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരായാലും അവർ റിയൽ ബോക്സേഴ്സ്. അപ്പോൾ അവർക്കറിയാം എത്ര പവർ കുറഞ്ഞിട്ട് ഞങ്ങളുടെ മേത്ത് ഹിറ്റ് ചെയ്താൽ അത് നല്ല റിസൾട്ട് അടിപൊളിയാക്കും. അപ്പോൾ അവർ അതിൻ്റെതായ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈവൻ ജിംഷിക ക്യാമറ ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഹിറ്റ് ചെയ്യാൻ പാടില്ല ക്യാമറയിൽ. അപ്പം അങ്ങനെ അവരുടേതായ ടെക്നീഷ്യന്മാരുടെ എഫേർട്സ് എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തളർച്ചയോ അങ്ങോട്ടൊന്നും ഇല്ല. എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അപ്പം തന്നെ സോർട്ട് ചെയ്യും എല്ലാവരും. അപ്പോൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു അത് പറയുകയാണെങ്കിൽ. അല്ല, ഞാൻ ചോദിച്ചതെന്ന് പറയുന്നത് ഇപ്പം നമ്മള് ആക്ടിങ് എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് സോണാണല്ലോ. ഇപ്പം ഇതൊരു സ്പോർട്ടും കൂടെ ആയതുകൊണ്ട് ലിമിറ്റഡ്, ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസ് ആണല്ലോ കൂടുതലും ഷൂട്ട് ചെയ്തെടുക്കുന്നത്. മീൻസ് പൂർണ്ണമായും എല്ലാ മേഖലയിലല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ കൂടുതലും നിങ്ങൾ ആ ഫൈറ്റ് ചെയ്യുന്ന മൊമെന്റ്സ് ആയിരിക്കും ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. നിങ്ങളൊരു മോക്ടൈലോ ഇല്ലെങ്കിൽ കാര്യങ്ങളോ പക്ക ട്രയൽസൽ ആയിട്ടുള്ള ഒരു സാധനത്തിനായിരിക്കും ഷൂട്ട് ചെയ്യുക. ആ ഒരു എക്സ്പീരിയൻസ് അതിനാണല്ലോ മുന്നേ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അറിയാം, കോച്ച് അവിടെ പറഞ്ഞു തരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കണക്ഷൻ ഉണ്ട് അവിടെ. ഇപ്പൊ ഇങ്ങനെ അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പെട്ടെന്ന്. അങ്ങനെയാണ് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തത്. അതിൻ്റെതായ എനിക്ക് തോന്നുന്നു കൊറിയോഗ്രാഫ് മുന്നേ ചെയ്തു വെച്ചു. പക്ഷെ റിങ്ങിലേക്ക് വന്നപ്പോൾ കൊറിയോഗ്രാഫ് മൊത്തം മാറി. അവിടെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് എല്ലാം ഇട്ട് വരുന്നത്. എല്ലാ ഫൈറ്റും ഓൺ ദ സ്പോട്ടിൽ കോച്ച് വേറെ എടുത്തിട്ടു. അപ്പൊ നമ്മൾ കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റ് അല്ല ബോക്സിങ്ങിന് ചെയ്തത്. ഓൺ ദ സ്പോട്ടിലിട്ട ഓരോ ആക്ഷൻസ് ആണ് അവിടെ പഠിച്ചെടുത്തിട്ട് ചെയ്തത്. സോ അതിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ കണക്ഷൻ ഉണ്ട് മെയിനായിട്ട് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ. അതിനാണ് പ്രാക്ടീസ് എല്ലാവരും കൂടി ഒരുമിച്ചുണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് ഈ പറഞ്ഞ ബോക്സിംഗ് ഇല്ല, ബോക്സിംഗ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഞാൻ ബോക്സിംഗ് ഇപ്പൊ റിങ്ങിനകത്ത് നിന്നിട്ടാണ് ജിംഷിക ബുക്ക് ചെയ്തത്. അപ്പൊ റിങ്ങിനകത്ത് ജിംഷിക ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് എക്സസൈസ് ഒക്കെ സ്ട്രിങ് ഇല്ലേ, നമ്മള് മറ്റേ വലിയ പോലത്തെ സ്ട്രിങ് ഉണ്ട് കാലിൽ ലോക്ക് ചെയ്ത അതിന്റെ പോലത്തെ വലിയ അതുപോലത്തെ ഒരു സ്ട്രിങ്, അത് റൂഫിന്റെ മറ്റേ ട്രസ്സിന്ന് അറ്റാച്ച് ചെയ്ത് താഴത്ത് വരെ ആ സ്ട്രിങ് ഇട്ടിട്ട് അതിലാണ് ജിംഷിക ക്യാമറ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ വെച്ചാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് അതിനകത്ത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ജിംഷിക്കും ബോക്സർ ആയതുകൊണ്ട് അതേ താളത്തിൽ തന്നെ ജിംഷിക മൂവ് ചെയ്യും. ഇവര് ഷോൺ പറഞ്ഞ പോലെ കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റ് അല്ല, അപ്പൊ മാറ്റും. അപ്പൊ അത് മാറ്റിയാലും അതിനനുസരിച്ച് ജിംഷിക പഠിക്കാൻ പറ്റും. നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു റിങ്ങിനകത്ത് ഫീൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജിംഷിക റഹ്മാന്റെ ട്രോഫി കോച്ചിന്റെ ഒരു അവരുടേതായിട്ട് ടെക്നീഷ്യൻസിന്റെ എക്സ്പീരിയൻസും അതിന്റെ കൂടെ നടക്കുന്നുണ്ട്. എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇവർക്ക് ഈ സ്പോർട്ട് അറിയുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ടല്ലോ. നമ്മൾ ഇവൻ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത ഇതാവും വരാൻ പോണെങ്കിലും ജിംഷികക്ക് അറിയാം. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു സീക്വൻസിന്റെ അകത്തൊക്കെ ഖാലിദ് റഹ്മാൻ എന്നൊരു ഡയറക്ടർ എങ്ങനെയായിരുന്നു നിങ്ങളുടെ നരേറ്റ് ചെയ്തത്? അത് അതിന്റെ ഒരു ബ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയില്ല. അന്ന് ഒരു ഐഡിയ തരും, ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇതാണ് അങ്ങനെയൊക്കെ പറയുള്ളൂ. ഇങ്ങനെ ഒരു അനുപമ എന്ന ക്യാരക്ടറാണ്, നസ്ലിൻ ലവ് ഇൻട്രസ്റ്റ് ആണ്, അങ്ങനെ പോകും. ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ ഞാൻ ഇവരുടെ ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ സ്ഥിരം പോയിരിക്കുമ്പോ ഞാൻ ചോദിക്കും ആരുടെ കഥ എന്താണെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നമ്മളോടൊക്കെ പറഞ്ഞത് നസ്ലിനോട് പറഞ്ഞു. ഞാൻ എപ്പോഴും ചോദിച്ചു നസ്ലിന് എനിക്ക് പറഞ്ഞൂടാ.
ലാസ്റ്റ് എല്ലാവരും ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഷൂട്ട് എനിക്ക് തോന്നുന്നു 3-ാം തീയതി പൂജയുടെ അന്ന് വൈകിട്ട്. പൂജയുടെ അന്ന് ഷൂട്ട് 3-ാം തീയതി. 2-ാം തീയതി നൈറ്റ് ഒരു 8 മണി മുതൽ 10 മണിയാണ് വെയിറ്റ് ചെയ്ത് 10 മണി 12 മണിക്കാണ് പറഞ്ഞു കഴിയുന്നത്. ഷൂട്ട് കിടക്കുന്നതിന്റെ അന്ന് തലേന്നാണ് നമ്മളോട് എല്ലാവരോടും സ്റ്റോറി നറേറ്റ് ചെയ്തത്. ഇത് എല്ലാരും കൂടെ ഇരുത്തിയിട്ട് എല്ലാരും കൂടെ ഇരുത്തി 3 മണിക്കൂർ 3 മണിക്കൂർ റഹ്മാന്റെ ഇരുന്ന് നരേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പ്രോസസ്? വൻ പൊളിയാ. ഞാൻ അത് കേട്ടപ്പോ എനിക്ക് എല്ലാരും ഓരോ ക്യാരക്ടർ പറയുമ്പോ ചിരിച്ചോണ്ടിരിക്കുക. ഇപ്പൊ എന്റെ ക്യാരക്ടർ പറയുമ്പോ അവിടെ ചിരി, അവിടെ പറഞ്ഞ ടൈം വിഷ്വലൈസ് ചെയ്ത് തുടങ്ങി. 10 മണി തൊട്ട് 12 മണി വരെ ആ ടൈമില് നമ്മ അങ്ങനെ കേട്ടിരിക്കാന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബോറടിക്കരുത്, പരിപാടി ഒന്നും ഉണ്ടാവരുത്, അതൊന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും ഓണായിരുന്നു ആ സാധനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് പറയുമ്പോൾ ഉണ്ടാവുന്ന ചിരികളും കാര്യങ്ങളും ഇമോഷൻസും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അടിപൊളിയായിട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനു മുമ്പ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നല്ലോ സിനിമ ചെയ്യുന്നതിന് മുമ്പ്. നിങ്ങൾ അതിന്റെ കുറെ സ്കിൽസ് ഒക്കെ ഇറങ്ങിയിരുന്നു, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അത് ആ ഒരു പ്രോസസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 6 മാസത്തിന്റെ ഇടയ്ക്ക് തന്നെയാണ് നമ്മളെ പരിപാടി. അപ്പോ കുറച്ച് സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുമ്പായിരുന്നു. 6 മാസം നമ്മൾ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്തായിരുന്നു. നല്ല പാടുണ്ടായിരുന്നു. നമുക്കൊന്ന് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും തോന്നിയിട്ടുണ്ട്. ഞാൻ എന്താണ് ബോക്സിങ് പോലും അറിയാണ്ട് ഞാൻ എപ്പോഴും കോച്ച് പറയും ഒരു കോട്ടന്റെ പാൻറ്റും കൊണ്ട് ഫ്രാങ്ക് ഇങ്ങനെ കാണിക്കാമെന്ന്. അപ്പോൾ അതിന്ന് ഈ സ്റ്റൈലിലേക്ക് എത്തുന്നത് ഭയങ്കര പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറെ ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ പറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഈ ബോക്സിംഗ് ട്രെയിനിങ് ആയിരുന്നു അതോ? നമുക്ക് ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്പാറിങ് പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ പറ്റും, നമുക്ക് ഇഞ്ചുറി പരിപാടികളൊക്കെ പറ്റും. അതിന്റെ കൂടെ ഈ പറഞ്ഞ ലുക്മാനും നെസ്ലിനും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും കുറച്ച് പാടായിരുന്നു എല്ലാവർക്കും. അപ്പൊ ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ കാലത്ത് ഈ എന്താ സീൻസ് കാര്യം നരേറ്റ് ചെയ്യൊന്നും ഇല്ലായിരുന്നു. ബേസിക്കലി ആ സ്പോർട്ടാണ് നിങ്ങൾ പഠിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കണം. നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണ് ഇതിന്റെ അത് ഈ പറഞ്ഞ പോലെ ഇവര് ഓൾറെഡി ഒരു സിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നല്ലോ, നിങ്ങൾ എപ്പോഴായിരുന്നു ഇതിന്റെ അത് വരുന്നത്? എൻ്റെ എൻട്രി ഐ തിങ്ക് വാസ് ദ ലാസ്റ്റ് എൻട്രി. ഞാൻ ഇവരുടെ ഷൂട്ട് നടക്കുമ്പോൾ സെറ്റിൽ വന്ന് ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവര് പൂജയുടെ പോസ്റ്റർ നിങ്ങൾ ഇട്ടപ്പോൾ അവിടെ ഐ ഡിഡ് ഹാവ് മൈ നെയിം. ഓൾദോ ഞാൻ ഇതിന് ഓഡിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനേലും മുമ്പ് ഒരു 2 പ്രാവശ്യം ചെയ്തിരുന്നു. ആൻഡ് ഐ വാസ് സോ സാഡ്. ആൻഡ് ഐ വാസ് സോ സാഡ്. ഇല്ല, കിട്ടിയില്ല. നന്ദ ഇസ് ദെയർ, അനഘ ഇസ് ദെയർ, ഓൾ ദീസ് ബോയ്സ് ആർ ദെയർ, ഐ എം നോട്ട് ദെയർ. പക്ഷേ ഷൂട്ട് ഇവർ തുടങ്ങി കഴിഞ്ഞപ്പോൾ ദേ കോൾഡ് മീ. അപ്പോൾ യു ആർ റൈറ്റ്, ഇവർ എല്ലാവരും ഒരു ഈവൻ നന്ദ ഐ തിങ്ക് വാസ് നോട്ട് വിത്ത് ഓൾ ഓഫ് ദം. അത് കാരണം അത്രയും സെയിം ഡേ ആണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ ഐ തിങ്ക് എൻ്റെ ഇത് സെലക്ട് ചെയ്തെടുത്തത് വാസ് ദ ലാസ്റ്റ് ഐ തിങ്ക്. അപ്പോൾ അങ്ങനെ ബട്ട് അത് ഇവരൊക്കെ കണ്ടില്ലേ, വെരി ഫൺ പീപ്പിൾ. അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ no, they're just fun, like they're nice people. So നമ്മളെങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഇങ്ങനെ എന്താ പറയാ ഒരു ഇങ്ങനെ what is it called here? അതായത് പെട്ടെന്ന് വന്ന് സിംഗായ പോലെ അതന്നെ അത് ഒരുപാട് നാള് പരിചയമുള്ള ആളുകളെ പോലെ അത്രയ്ക്കില്ല. It's not like the friends അങ്ങനെയല്ല, പക്ഷെ it was very easy to gel with all of them. Yeah. സെയിം തന്നെ. എൻ്റെ മനസ്സിലാദ്യം ഇവർ കുറേ നാളായിട്ട് പരിചയമുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇനി കുറച്ച് നാൾ ഇങ്ങനെ ലോൺലി ആയിട്ട് നടക്കണം, കമ്പനി ഞാൻ ടൈം എടുക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന് അങ്ങനെയാണ് ഞാൻ വന്നത്. പക്ഷെ വന്ന് സെക്കൻഡ് ഡേ ആയപ്പോൾ തന്നെ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി, അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആകാൻ പറ്റും. പിന്നെ രാവിലെ എണീക്കുമ്പോഴേ ത്രില്ലാണ് ഇന്നിനി എല്ലാവരുമായിട്ട് കമ്പനി അടിച്ച് അങ്ങനെ ഒരു പണി എടുക്കുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര എൻജോയ് ചെയ്ത് കുറച്ച് കോളേജ് ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നും അടിച്ചു വിളിക്കില്ല, ആ ഒരു വൈബായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇറ്റ് വാസ് ഫൺ, നല്ല രസമായിരുന്നു. ഈ ആലപ്പുഴ എങ്ങനെ ഉണ്ടായിരുന്നു? ആലപ്പുഴ സെറ്റ് മുഴുവൻ ഇപ്പൊ എന്താ പറഞ്ഞ പോലെ സെറ്റ് മുഴുവൻ കാർത്തിക് എന്താ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത മൂഡിലാണ്. നമ്മൾ ഇത്രയും വലിയ സിനിമയാണ്, ഇത്രയും എഫേർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ആ ക്രൂ അത്രയും ഭയങ്കര കംഫർട്ടാക്കി, മൊത്തം ആൾക്കാർ ഭയങ്കര ഫണ്ണായിരുന്നു. ആലപ്പുഴ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കൊച്ചിയിലത്തെ ഭയങ്കര ഹെക്ടിക് പരിപാടി, ബോക്സിംഗ് പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്യാൻ ആലപ്പുഴ ഭയങ്കര ചില്ലായിരുന്നു ഫുൾ ഡേ. മറ്റേ
ഫുഡൊക്കെ കഴിക്കാൻ പോകും. ഓൾ ഓഫ് us used to go. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇത് നമ്മൾ പണി തന്നെയാണോ എടുക്കുന്നത് എന്ന് വെച്ചാൽ we'll come and they'll all start like talking and അങ്ങനെയൊക്കെ ബിക്കോസ് ഇവർ ഭയങ്കര വലിയൊരു ഷെഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടാണ് കൊച്ചിയിൽ നിന്ന് ഫിനിഷ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ദാറ്റ് വാസ് വെരി ഹെക്ടിക് ഫോർ ദം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു എൻജോയ്മെന്റ്, ഈ സ്കൂൾ പിക്നിക് പോലെയായിരുന്നു ഇവർ അത് കൺസിഡർ ചെയ്തത്. എല്ലാവരും ഇവിടെ ഡയറ്റിലായിരുന്നല്ലോ, കൊച്ചിയിലായിരുന്നു എല്ലാവരും ഡയറ്റിലായിരുന്നു. ആലപ്പുഴത്തേക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് അടിയായിരുന്നു. തുടക്കമുള്ള സീക്വൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് സെക്കൻഡ് ഹാഫ് ആണ് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ബോക്സിംഗ് ആ സമയത്ത് ഫുൾ ഡയറ്റ് ആയിരുന്നു. ആലപ്പുഴത്തിൽ കഴിച്ചു എന്ത് കഴിക്കാം. അപ്പൊ അവിടെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോറേഷൻ അങ്ങനത്തെ പരിപാടി. എവറി ആഫ്റ്റർനൂൺ വേറെ വേറെ കോച്ചുണ്ട്, കോച്ച് ഭയങ്കരമായിട്ട് ഫുഡ് തപ്പി പിടിച്ച് പോയി കഴിക്കണം. അവിടെ കാലത്ത് തന്നെ പോയി കഴിക്കാൻ കുറെ കടകളൊക്കെ ഉണ്ട്. ഷോപ്പ് സ്ഥിരം സ്പോട്ടാണ് സാലിക്കട. ബീച്ച് അല്ല, അത് പോയില്ല. ചാലിക്കാട് അവിടെ പോയി. പിന്നെ നമ്മള് വേറെ ഒരു ബ്രദേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. ബ്രദേഴ്സ് പിന്നെ ഭയങ്കര ഫേമസ് ആണ്. വേറെ സാധനം തപ്പി പിടിച്ച് പോയായിരുന്നു. നമ്മള് ലാസ്റ്റ് കുഴിമന്തി പ്ലേസ് പൊറോട്ടയും മട്ടൻ ചാപ്സും. You guys didn't explore it well. വലിയ കനാലില്ലേ, കനാൽ ലെഫ്റ്റ് പോയിട്ട് ഒരു നീല രാവിലെ ഒരു പ്രായമായ ലുക്മാൻ ഇപ്പം നമ്മൾ ആ സ്റ്റിൽസിൽ കാണാൻ വരുന്ന ലുക്മാന് ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്തു. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഇറക്കിയ കുറെ സ്റ്റിൽസിലൊക്കെ തന്നെ ലുക്മാൻ നേരത്തെ ഇരുന്ന ലുക്മാൻ അല്ല. ഇപ്പൊ തല്ലുമാലയിലൊക്കെ കണ്ട നമ്മളെ ലുക്മാൻ അല്ല. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇതായിരുന്നു, സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ചേഞ്ച് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് കിട്ടി എന്നുള്ളതിൽ എന്നിട്ടും പണിയെടുക്കണ്ടായിരുന്നു. ഇവിടെ ആയാലും പണിയെടുക്കണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഇപ്പൊ ഹാപ്പി ആയിരിക്കും തോന്നുന്നു. ഏറ്റവും കൂടുതൽ ഈ സ്പോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തായിരുന്നു. അതിന്റെ അകത്ത് തന്നെ ഈ പറഞ്ഞ സകലകല ഷോൺ ഓൾറെഡി എനിക്ക് പണ്ടറിയായിരുന്നു, യൂട്യൂബിലൊക്കെ നോക്കി ചെയ്തപ്പോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കുള്ള യഥാർത്ഥ ബോക്സിംഗ് എന്താന്ന് മനസ്സിലായത്. യൂട്യൂബിൽ യഥാർത്ഥ ബോക്സിംഗ് ആയിരുന്നു, പക്ഷെ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടാവില്ലല്ലോ. സ്ക്രീനിൽ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യണ പോലെയല്ലോ ഒരാൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനുള്ള കഴിവൊന്നുമില്ല, അതാണ് മനസ്സിലായത്. പിന്നീട് ഈ മ്യൂസിക്കിനെ കുറിച്ച് ചിത്രത്തില് എന്താണ് പറയാ, ഫസ്റ്റ് സോങ് റിലീസ് ആയത് ഞങ്ങളുടെ ഒരു ട്രിലജി അല്ല ലവ് ട്രയാങ്കിൾ ആയിരുന്നു. അപ്പോ ഞങ്ങൾ ആക്ച്വലി അതൊരു പാട്ടായിട്ടല്ല ഷൂട്ട് ചെയ്തത്. ഇറ്റ് ജസ്റ്റ് we were shooting something else. ഞങ്ങൾ വേറെ എന്തോ ഷൂട്ട് ചെയ്തതാണ് ലാസ്റ്റ്. somehow they pulled it all together. കുറെ ആനിമേഷൻ ഒക്കെ വെച്ച് people are liking it, so we are happy. ഭയങ്കര catchy ഒരു ബീറ്റാണ് അതിന്റെ. I didn't expect അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല while we were shooting. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ടോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. then I don't know how it came out. എന്താണിത്? അതെ അതെ, പാട്ടാക്കി എടുത്ത്. Oh yeah, he's also there. You are the star, I think. അപ്പൊ അത് അങ്ങനെ വന്നതാണ്. You want to join? ഈ ടേക്സ് ഉണ്ടല്ലോ, ഒരുപാട് ടേക്സ് ഒക്കെ എടുക്കുന്ന സീൻ ഉണ്ടായിരുന്നു ഇതില്. ഇപ്പം ഈ പറഞ്ഞ ആക്ഷൻസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് റിങ്ങിലൊക്കെ എല്ലാവർക്കും കുറച്ച് ടേക്ക് ഒക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമുക്ക് കറക്റ്റ് ഇത് കണക്ട് ആവണത് കിട്ടണം. മൂവ്മെന്റും പരിപാടി, ക്യാമറ അത് ക്യാപ്ചർ ചെയ്യണം, പരിപാടികൾ കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ ആ ഏരിയയിലൊക്കെ കുറച്ച് സീനല്ല, കൂടുതലും ഫൈറ്റിലൊക്കെ പോയെന്ന് തോന്നുന്നു. ഇങ്ങനെ ടേക്ക് കൂടുതൽ പോയത് എൻ്റെ ഒക്കെ പോയിട്ടുണ്ട്. ഞാനൊക്കെ നിന്ന് കരച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാലത്ത്? എങ്ങനെയാണ് ബേസിക്കലി ഈ ടേക്ക് ഒക്കെ ഒരുപാട് എടുക്കാൻ നേരത്ത് ഉള്ളൊരു മൂഡ്? നല്ല മൂഡാണ് വെച്ചാൽ ഇങ്ങനെ ഡൗൺ കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. എന്ത് വന്നാലും കുഴപ്പമില്ല, ടൈം എടുത്താലും കുഴപ്പമില്ല, അത് എടുത്തിട്ട് തന്നെ പോവുള്ളൂ എന്നുള്ള ഒരു പരിപാടിയാണ്. നമുക്കതിൽ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. നല്ലതാണ് ഇപ്പൊ ചിന്തിക്കുമ്പോഴും അപ്പോഴും ചിന്തിക്കുമ്പോഴും നല്ലതാണ് അത്. കാരണം ബേസിക് ട്രെയിനർ ആയതുകൊണ്ട് നിങ്ങളുടെ അത്രയും കഷ്ടപ്പെടേണ്ടി വന്നില്ലെന്നോ? ഇല്ല റിങ്ങില് വലിയ കഷ്ടപ്പാടുണ്ടായിരുന്നില്ല.
ഇത് ഈ ബാക്കി ട്രെയിനിങ് പരിപാടി ആ ജേണി ഭയങ്കര എല്ലാവരും ഒരേപോലെ തന്നെയാണ് പണിയെടുത്തത്. നമ്മൾ ആ പാട്ടിൽ കാണിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. കാര്യം അതിന് സിങ്ക് ഇരിക്കുന്നത് ഇപ്പൊ ഭയങ്കര ബ്യൂട്ടി ആയിട്ടാണല്ലോ. കാര്യം ആലപ്പുഴയുടെ ആ ഒരു നേച്ചറുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടാണല്ലോ ട്രെയിനിങ്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഷോട്ടിന് വേണ്ടി മറ്റേ മണിരത്നം ഫിലിമിൽ പോയി നിൽക്കുന്ന വെളുപ്പിന് 4 മണിക്ക് പോയി നിൽക്കുന്ന മറ്റേ ഇറച്ചിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ബോക്സ് ചെയ്ത് അല്ല, ഇത് മെയിനായിട്ട് ഉദ്ദേശിച്ചത് ആലപ്പുഴ നാട്ടുംപുറം കയർ ഫാക്ടറി അങ്ങനത്തെ ഒരു പരിപാടിയിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് പിള്ളേര്, അത്രയും നാട്ടുംപുറത്തുള്ള പിള്ളേർ പെട്ടെന്ന് കൊച്ചിയിൽ പോകുന്നു, ഇത്രയും ഹൈ ബഡ്ജറ്റ് റിങ് കാണുന്നു, ലൈറ്റ് കാണുന്നു. ആ ഒരു ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാട്ടിന്റെ ഭംഗി നമ്മുടെ ഒരു ചുറ്റുപാടും കാണിച്ചിട്ട് പെട്ടെന്ന് മാറുമ്പോ ഒരു ഹൈ കിട്ടും. അതാണ് ഉദ്ദേശിച്ചത്. സിനിമ ട്രിക്സ് ആയിരുന്നു. എന്നാണ് ഞാൻ രാത്രി എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? മീൻസ് ഈ രാവിലെ ഒരുപാട് സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്തില്ലേ മോണ്ടേജ് ഷോട്ട്സിനൊക്കെ വേണ്ടി? അപ്പം അത് ഇല്ല, നമ്മൾ ഈ പറഞ്ഞോണം ഒരു ഈ ട്രെയിനിങ് പരിപാടി നമുക്ക് ഓൾറെഡി ഇവിടെ ഫൈറ്റ് രണ്ടാമത് പിന്നെയുള്ളതെന്ന് വെച്ചത് ഇതിന്റെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് കാണിക്കുന്നത്. അപ്പം അതിൻ്റെതായ പരിപാടികൾ ഇങ്ങനെ ഒരേ സ്പോട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കിടക്കുമ്പോൾ കാണുന്നത് വേറൊരു പരിപാടിയാണ്. അപ്പം അതിനൊന്തോരം നമ്മൾ ഈ കാണുന്നത് നമുക്ക് കിട്ടണം എന്നുള്ളതിനനുസരിച്ചാണ് ഇവിടെ ഈ പരിപാടി ഇപ്പോൾ ഈ ലോക്കൽ പരിപാടികളും സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് തിരിയും പരിപാടി ഈ പറഞ്ഞ പോലെ ഒരു സ്വിച്ചിങ് ഉണ്ടല്ലേ? സ്വിച്ചിങ് ഉണ്ടാവും. ഈ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു മൊമെന്റ് എന്തായിരുന്നു ഷൂട്ടിംഗ് പ്രോസസ്? ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും അല്ല, എനിക്കൊന്ന് ഫസ്റ്റ് ഡേ അങ്ങനത്തെ ഒരു കാരണം റഹ്മാൻക ജിംഷിക ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഒക്കെ അങ്ങനെ സെറ്റിൽ എന്താവും എന്നുള്ള ടെൻഷൻ പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ ആ പരിപാടിയൊക്കെ മാറി. ഹിറ്റ് മേക്കറുമാണ്. അപ്പൊ അങ്ങനെ മൊത്തം ലൊക്കേഷനിലെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ജൂനിയർ ലൊക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു. ലൊക്കേഷനിൽ മൊത്തത്തിൽ ഫണ്ണാണ്. എല്ലാരും ഭയങ്കര 9 പേരുണ്ട്. നമ്മൾ 9 പേര്, അതല്ലാതെ ഇവര് അങ്ങനെ ഭയങ്കര ഗ്യാങ് ആണല്ലോ. നമുക്കൊരു മറ്റേ ക്യാരം ബോർഡ് ടൂർണമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇത് ഷൂട്ട് മാത്രമല്ല, ഇതിന്റെ ഇടയ്ക്കുള്ള ഫണ്ട് പരിപാടി. അപ്പൊ എല്ലാം കൂടെ ഭയങ്കര ആലപ്പുഴ ക്രിക്കറ്റ് കളി ആലപ്പുഴ ക്രിക്കറ്റ് കളി റഹ്മാനിക്ക് ഇടയ്ക്ക് മറ്റേ ഇതിന്റെ ഇടയ്ക്കായിരുന്നു നമ്മുടെ 2020 വേൾഡ് കപ്പ് നടക്കുന്നത്, ഇതിന്റെ ഇടയ്ക്കായിരുന്നു ഒളിമ്പിക്സ്, ഇതിന്റെ ഇടയ്ക്കായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പരിപാടികൾ ഇതിന്റെ ഇടയ്ക്ക്. ഈ കാലിന്റെ എല്ലാ പടത്തിലും സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് കളി കമ്പൾസറി ആണെന്ന് തോന്നുന്നു. ലൊക്കേഷനിൽ ഇതിന് മുമ്പും ഇങ്ങനത്തെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇതില് പക്ഷെ റഹ്മാനിക്കൊന്നും വന്നില്ല. ക്യാരം ബോർഡ് ടൂർണമെന്റിന് മെയിൻ പുള്ളി റഹ്മാനിക്കായിരുന്നു, കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഈ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ ലൊക്കേഷനിലൊരു മെമ്മറി? ഇത്രയും ഈ പറഞ്ഞ പോലെ ശിവ പറഞ്ഞ പോലെ ഒരുപാട് ആക്ടേഴ്സ് ഉള്ളപ്പോ ഒരു പേരുണ്ടായതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന സാധനം മീൻസ് ഒരു വാനിറ്റിയുടെ ഉള്ളിൽ ഞങ്ങളൊരു 12 പേര്, ഞങ്ങളൊരു 3 ഗേൾസ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് വേറെ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു, പിന്നെ മേക്കപ്പിന്റെ ചേച്ചി, കോസ്റ്റ്യൂം, എല്ലാവരും കൂടി ഒരു അതിലിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ സെക്കൻഡ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കത് ഒരു വർക്കായിട്ടല്ല ഞങ്ങളത് കൺസിഡർ ചെയ്തത്. അതൊക്കെ ഞങ്ങൾ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ കുറേ വൈ ലാഫിങ് സോ അപ്പോൾ അതൊരു വർക്കായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന അതൊന്നും തോന്നിയില്ല. വി വർ ഓൾ ടോക്കിംഗ് അബൌട്ട്, ഞങ്ങൾ പരിചയപ്പെടുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയുന്നു, അതൊക്കെ നല്ല രസമായിരുന്നു. കൂട്ടത്തിൽ സംസാരിക്കുന്നു, മനസ്സ് തുറക്കും. അല്ല, ഈ പറഞ്ഞ പോലെ ആദ്യം ഞാനും നോയലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ചക്കി, അവന്തിക എന്നൊക്കെ പറഞ്ഞ് കുറച്ചേര് വന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ഗേൾ ഗ്യാങ് കൂടെ അവിടെ ഉണ്ടായി വന്നു. അപ്പൊ ഇല്ല, കൂടെയാണ്. പക്ഷെ ഞങ്ങളുടെ വാനിൽ ഞങ്ങൾ ഡാൻസും പാട്ടും നല്ല ഫണ്ണായിരുന്നു അത്. ആക്ച്വലി ഞങ്ങളുടെ ഹെയർ ചെയ്യുന്ന ചേച്ചിയും നല്ല വൈബാണ് ചേച്ചി, ഷബ്ന എന്ന് പറഞ്ഞിട്ട്. നല്ല വെയിലുള്ള സമയമായിരുന്നു ആലപ്പുഴയിൽ. അപ്പം തലയൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോൾ ചേച്ചി വന്ന് ഇങ്ങനെ അങ്ങനെ ഉറങ്ങിയൊക്കെ പോകും ചില സമയം. യൂണിഫോം കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, യൂണിഫോം ഒക്കെ ഇട്ട് ക്യാരവനിൽ കിടന്നങ്ങ് ഉറക്കമായിരിക്കും. അങ്ങനെ
ഈ പറഞ്ഞൊരു വർക്ക് ചെയ്യാന്നുള്ളൊരു ഫീൽ ഇല്ല. ആ ഗേൾസ് ഞങ്ങളൊരു ഗ്യാങ് തന്നെ ആയപ്പോൾ തന്നെ നല്ല ഒരു വൈബായി, വേറൊരു വൈബായി. അങ്ങനെ അതെ, മൊത്തത്തില് ലൊക്കേഷൻ ഫുൾ മെമ്മറീസ് ആണ്. എടുത്ത് പറയാനായിട്ടൊന്നുമില്ല, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മെമ്മറബിൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ആ ഒന്നുണ്ട്, ഞങ്ങള് പരസ്പരം സംശയമൊന്നുമില്ല, പക്ഷെ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല പക്ഷെ സിനിമയിൽ സംസാരിച്ചാൽ പ്രശ്നമാവും. അതെ അതെ ഈ ട്രയാങ്കിൾ ലവ് സ്റ്റോറിനെ ബാധിക്കും. അങ്ങനെ അതെ. ആ. നന്ദ നന്ദ അതെ. ഇത് പിന്നെ ആ സോങ്സിലൊക്കെ കാണിക്കുന്ന പോലെ നിങ്ങൾ ബോക്സിംഗ് പഠിക്കുന്ന ടൈമിലും ടിഫിനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ സീക്വൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് സ്നേഹം കൂടുതൽ നോയലൊക്കെയാന്ന് തോന്നുന്നു നസ്ലിൻ. എന്നോടാണ് കൂടുതൽ വിശ്വസിക്കുന്നു. സിറ്റുവേഷൻഷിപ്പ് ആവുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ടീനേജ് ഏജ് ഗ്രൂപ്പിനെയാണോ? ഒരു 19, നമ്മൾ 12th പഠിക്കുമ്പോൾ എന്തിട്ടാ 18, 19. സിനിമയിലെല്ലാവരും +2 കഴിഞ്ഞ് കോളേജിൽ ശിവ ഓൾസോ അതായത് SD കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹമായി നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും സിനിമ സ്റ്റിൽ കാണാൻ വന്നോളൂ. എവറിബഡി പ്ലീസ് കം, ഓൾദോ യു നോ ദ സ്റ്റോറി. ഖാലിദ് റഹ്മാന്റെ സിനിമകൾക്ക് സിനിമ തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് ഈ സ്റ്റോറിക്കപ്പുറം സിനിമ തരുന്ന എക്സ്പീരിയൻസ്. ഇപ്പം തലുമാലയിലാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ അനുരാഗ് അരിക്കുമ്പോഴത്തിലൊക്കെ ആ മൊമെന്റ് നമ്മള് എന്താ വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഫീലിംഗ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഈ ചിത്രത്തിൽ കിട്ടുമോ? തിയേറ്ററിൽ പോയാൽ കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ചെയ്ത പടമായതുകൊണ്ട് അതിനെക്കുറിച്ച് അമലിന് പറയുന്നത് ശരിയല്ല. പക്ഷെ എനിക്കൊന്നും റഹ്മാൻക്ക് മലയാളത്തിൽ തന്നെയുള്ള ഏറ്റവും അടിപൊളി ഫിലിം മേക്കേഴ്സ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടം, എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം മേക്കർ. അപ്പോൾ അനുരാഗ് കരിക്കിനും എന്താ തല്ലുമാലയും പൂണ്ടയും ഒക്കെ കിട്ടിയപ്പോൾ എല്ലാ സിനിമയ്ക്കും മാറ്റിയത്. ഇപ്പോൾ ലവ് ആണെങ്കിലും വേറൊരു ഇതാണ്. അപ്പോൾ ഇത് റഹ്മാൻക്ക് തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നത് ഇതിന്റെ പേസ് തന്നെ ഡിഫറെന്റ് ആണ്. അപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ ടീനേജ് മുതൽ അങ്ങോട്ടുള്ള ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ തീർച്ചയായിട്ടും ആ ഫണ്ടൊക്കെ വർക്കാവുമെന്ന് വിചാരിക്കുന്നു. ഈ സിനിമ കണ്ടു കഴിയുന്നത് ബോക്സിംഗ് ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നും. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഓഡിയൻസ് ചെയ്തു കൊള്ളാന്നുള്ളതുണ്ടോ എന്തായാലും തോന്നുന്നു മിക്കവാറും. നമുക്കറിയാം, നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് ചെയ്തു നോക്കിയാൽ കൊള്ളാം, കണ്ടിന്യൂ ചെയ്ത് പോയാൽ കൊള്ളാം എന്ന് തോന്നുന്നു. പിന്നെ ഇവർക്കൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വന്നില്ല അത് കഴിഞ്ഞിട്ട്. ആ സമയത്ത് എല്ലാവർക്കും കോൺഫിഡൻസ് ഒരു വേറെ തന്നെയായിരുന്നു. കാരണം നമ്മള് കണ്ണാടി മുമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ തന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി മാത്രമല്ല മെന്റലിയും കൂടെ ആ ഒരു സാധനം കുറച്ച് നമ്മൾ ഫുൾ വർക്ക്ഔട്ട് ചെയ്ത് ഇത്രയും മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു പീരീഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ശിവ ഗുസ്തിക്കാരനാണോ? അത് ബേബിയാണ്. എനിക്കങ്ങനെ ബോക്സിംഗ് ഗുസ്തി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഒലക്കാണ് മെയിൻ. അല്ല ഒലക്ക മെയിൻ അങ്ങനല്ല, അത് അതിന്റെ ഒരു ഭാഗമായിട്ട്. അതെന്താ ഒലക്ക കണക്ഷൻ? ഒലക്ക എങ്ങനെയോ കയ്യിൽ വന്ന് പെട്ട ഷൂട്ടിന്റെ ഇടയ്ക്ക് എങ്ങനെയോ പടങ്ങാണ്. സസ്പെൻസ് ആണ്. സസ്പെൻസ് ഒന്നുമില്ല. ഒരു സീറ്റ് ഒലക്ക ഇന്റർവ്യൂവിനൊക്കെ കൊണ്ടുവരുന്ന ചോദിച്ചാൽ ഒലക്ക ഒരു മെയിൻ ക്യാരക്ടറായി ചന്ദനൊക്കെ തൊട്ട്. ഈ ഇങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് ബേസിക്കലി നിങ്ങൾക്ക് ഈ നരേറ്റ് ചെയ്ത ആ മൊമെന്റിലും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കാഷ്വലി ആണ് നമ്മുടെ അടുത്ത് വന്ന് ഇത് നറേറ്റ് ചെയ്യണേ. എന്നോടായപ്പോൾ ഒരു യു ആർ വൺ ഗേൾ ഫ്രണ്ട്, ഹി ഹാസ് 2 more, അങ്ങനെയൊക്കെ ആണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആള് പറയുന്ന ഒരു രീതിയുണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ ഫീൽ എ ലിറ്റിൽ എക്സൈറ്റഡ്. 3 girlfriends, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ആ ഒരു ക്യൂരിയോസിറ്റി, എവറിഥിങ് ഇറ്റ് കംസ് അപ്പ്. സോ ദാറ്റ് ഈസ് നൈസ് ടു. നിങ്ങൾക്ക് പിന്നെ അത് സ്വാഭാവികം ഇപ്പൊ വേറെ പടത്തിലാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ന സീനാണ്, സ്ക്രിപ്റ്റ് ഇതാണ്, അങ്ങനെ അല്ലെങ്കിൽ രാവിലെ വന്നല്ലെങ്കിൽ അറിയാം. ഇതില് ആക്ഷൻ വിളിച്ചാലും നമുക്ക് ചിലപ്പോ പിന്നെ റഹ്മാൻഖാൻ എന്ന് പറഞ്ഞു തരുമ്പോഴാണ് അല്ല അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ഒരു സെറ്റ് ആവും അതിലേക്ക്? അപ്പൊ അത് ഭയങ്കര കംഫർട്ടാണ്. അച്ഛനെ ഇത് ഓൾറെഡി നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇത്രയും പേര് സിങ്കാണ്. ഇതിപ്പോ ആ നടക്കുന്നതും ഈ നടക്കുന്നതും ഒരേപോലെ ആയി മനസ്സിലായി. നമ്മൾ നോർമലിയും പടത്തിലുള്ള പരിപാടിയും വിളിക്കുന്നതെല്ലാം അങ്ങോട്ട് പേര് വിളിക്കുന്നതൊക്കെ ഞാൻ ഗണുവിനൊക്കെ ദീപക്കേട്ടാന്ന് വിളിക്കണം എപ്പോഴും.
മനസ്സിലായി ജോജോ. അപ്പൊ ആ ഒരു സിങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ചെന്ന് നിൽക്കണതിൽ നമുക്ക് കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ. അല്ലാണ്ട് ഇപ്പൊ എടുത്ത് പറയാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇത് സിങ്കായി പോണ ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ തന്നെയും ഈ സീനാണ് ഇപ്പൊ എടുക്കുന്നതെന്ന് പറയാൻ നേരത്തുണ്ടല്ലോ, അപ്പോഴേക്കും നിങ്ങൾ സെറ്റ് ആവുമോ? അല്ല നമ്മൾ ഈ 6 months സെറ്റായി. അല്ല ഈ അതേ പറയാം റഹ്മാൻകട മൈൻഡിലാണ് ഈ ഫുൾ പരിപാടി ഉള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ വേറെ ഒന്നും പ്ലാൻ ചെയ്യാനോ വേറെ സാധനം പ്രിപ്പയർഡ് ആയിട്ട് പോകാനോ ഈ ഡയലോഗ് അങ്ങനെ പറയാം ആ ഡയലോഗ് ഇങ്ങനെ പറയാം ഡയലോഗൊന്നും ഇല്ല, നമുക്ക് ഫ്രീഡം തരും. എന്ത് വേണേ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നോക്കും. ഇഷ്ടപ്പെട്ട സെറ്റാ, അല്ലാണ്ട് ഇന്ന ഡയലോഗ്. ആ നോട്ടത്തില് റഹ്മാനിക്കന്റെ ഫേസിൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നത്? പുള്ളി ഓക്കെ ആണ് നല്ല മനസ്സിലാക്കി പറയും. ഓക്കെ അല്ലെങ്കിൽ പറയും. മൈക്കിൽ തന്നെ പറയും. നിർത്തി അപമാനിച്ചു കളയാം. പക്ഷെ റഹ്മാനിക്കട അപമാനിക്കലും സുഖമുള്ള അപമാനിക്കലും. പക്ഷെ റഹ്മാനിക്കാനും സിംസിക്കാനും ആ സെറ്റിൽ എനിക്കൊന്നും അങ്ങനെ ആർക്കും ഈഗോ എല്ലാരും ഇത്ര കമ്പനി ആയതുകൊണ്ട് എന്ത്. പിന്നെ എല്ലാരും ഒരു ഏജ് ഗ്രൂപ്പ് ഏകദേശം മനസ്സുകൊണ്ട് പ്രായത്തിലല്ലെങ്കിലും മനസ്സുകൊണ്ട് മതി ഞങ്ങൾക്ക്. അത് ഒന്നുമില്ല. നിങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. അല്ല മീൻസ് ആ സിംഗാന്ന് പറഞ്ഞ എല്ലാരും ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരാളൊഴിച്ച് എങ്കിലും അപ്പൊ അതായിരുന്നു എക്സൈറ്റിംഗ് ഫാക്ടർ. അതല്ല ആരാ ഒരാളാണ് ചോദ്യം. അല്ല ആരാണെന്ന് പറയാ ഇനി അത് മനസ്സിലായിട്ട് ആരുമില്ല. ഞാനാണ് ഒരാൾ. ഇപ്പം ജിംഷി പറഞ്ഞാല് ക്യാമറയുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അതായത് നിങ്ങൾ എന്താണ് ആക്ടിങ് ആണെങ്കിലും നിങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും ക്യാമറ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. അത് അതിന്റെ ഒരു ഫ്രീ സ്പേസ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരുന്നു എൻജോയ് ചെയ്തത്? അത് റഹ്മാനിക്കാൻ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ആക്ടേഴ്സിന് ഫ്രീഡം കൊടുത്തിട്ടാണ് എല്ലാം ചെയ്യണതെന്ന്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാത്തിനും ഫ്രീഡം തന്നിട്ടുണ്ട്. ഈവൻ ബോക്സിങ്ങിലാണെങ്കിലും ജിംഷിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഏത് ഭാഗത്ത് അടിക്കുമ്പോഴാണ് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ജിംഷിക്ക് അതിൻ്റെതായ രീതിയിൽ ആംഗിൾ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ ക്യാമറ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യണമല്ലോ, അതും കൂടി മെയിൻ ഇമ്പോർട്ടൻ്റ്. ഒപ്പം തന്നെ ജിംഷിക്ക് ഇത് ഹാൻഡിൽ ചെയ്യും വേണം, ആ സ്പേസിൽ അത് എത്തും വേണം. അപ്പൊ അതൊക്കെ ജിംഷിക്ക് ഞങ്ങൾക്ക് ഫ്രീഡം തന്ന രീതിയിലാണ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. അത് പറയാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫ്രീ സ്പേസ് ഉണ്ടല്ലോ? കാര്യം പെർഫോം ചെയ്യാൻ ഇച്ചിരി കൂടെ നമുക്ക് സൗകര്യമായിരിക്കാം. അത് ആ സ്പേസ് നമ്മൾ ഭയങ്കര ബേസിക്കലി നമ്മളെല്ലാവരും ഭയങ്കര കംഫർട്ട് സോണിലേക്ക് എത്തി. പിന്നെ എനിക്കൊന്ന് ഓൾറെഡി ഫ്രണ്ട്സ് ആണ് സ്ക്രീനിന്റെ പുറത്ത് തന്നെ. പിന്നെ അത് ചുമ്മാ അവിടെ ക്യാമറ ഉണ്ട് എന്നുള്ള സാധനം നമുക്കില്ല. അത്രയും കംഫർട്ട് സോണിലെത്തി. അപ്പോൾ എനിക്ക് ജിംഷിക റഹ്മാൻക്കൊക്കെ ജിംഷിക നമ്മളോട് ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാൻ തോന്നുന്നു. അങ്ങനെ ആ പരിപാടിക്ക് അനുസരിച്ചാണ് പിന്നെ ജിംഷിക അല്ല ജിംഷിക ഒരു സാധനം ലൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലൊന്നും നമ്മൾ ചെയ്യാം. അങ്ങനത്തെ പരിപാടിയല്ല. ലൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു മോക്ട്രയൽ ചെയ്തതിന് ശേഷം ലൈറ്റ് ഉൾപ്പെടെ സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെയാണ് ആ പരിപാടി. ചിലപ്പോൾ റഹ്മാൻഖാൻ ജിംഷിക്ക് നമ്മളെല്ലാവരും കൂടെ വന്നിട്ട് അസീം റഹ്മാൻഖാൻ പറഞ്ഞത് നമ്മളതൊരു സാധനം ഒരു പ്ലേ എന്തെങ്കിലും സെറ്റ് പിന്നെ ജിംഷിക്ക് ലൈറ്റ് നമ്മുടെ കംഫർട്ട് അനുസരിച്ചാണ്. അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ആദ്യം തന്നെ. ഏത് സീൻ എടുക്കാൻ പോണെന്ന് പറയുമ്പോൾ ഓക്കെ ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു പരിപാടി ഉണ്ടാവും. അത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മളിലേക്ക് ഉണ്ടാവുന്നത് ഓക്കെ എവിടെയാണ്. പിന്നെ അല്ലാണ്ട് നമുക്ക് പിന്നെ ഇതിൽ നിൽക്ക് ഇപ്പം ഇന്നൊരു ഷോട്ട് ഈ ഒരു ഷോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഈ പറയുന്ന ക്യാമറനെ ഇതാക്കുന്ന ഒരു പരിപാടി ഉണ്ടാവുമായിരിക്കും. അല്ലാത്ത പക്ഷേ ഒരിക്കലും നമുക്ക് റിങ്ങിലോ പരിപാടിയിലോ ഒന്നും ക്യാമറനെ നോക്കാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായില്ല. അതുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. നമ്മൾ നിൽക്കണം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രഷർ സാധനങ്ങളൊക്കെ അത് അവർക്ക് അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരത് നമുക്ക് തരായിരുന്ന പരിപാടി. നമ്മുടെ ഇഷ്ടത്തിന് പോവാ, അവരതിനെ ഫോളോ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു ജിംഷിക്ക. ഇവര് തമ്മിലുള്ള സിങ്ക് ഈ പറഞ്ഞ പോലെ അത് എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യം ബ്രദേഴ്സ് ആണല്ലോ, അത് ഭയങ്കര. ഇപ്പം ജിംഷി അവിടെ വെച്ചോ എന്ന് പറയാൻ നേരത്തെ അത് കണക്ട് ആവുന്ന ഒരാളാണോ? എങ്ങനെ അങ്ങനെ വെച്ചോ എന്ന് പറയുന്നത് രണ്ടാമത് അവർ തമ്മിൽ ഈ പറയുന്ന തർക്കങ്ങൾ ഉണ്ടാവുന്ന തോന്നുന്നു. പക്ഷെ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അവര്. അടിപൊളിയാണ്. അല്ല മീൻസ് അത് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ അത് എൻജോയ് ചെയ്തു? ഞങ്ങൾ എൻജോയ് ചെയ്യാൻ അല്ല ശരിക്കും പറഞ്ഞാൽ കൊതിയാവും. ഇത്ര ഇവരിങ്ങനെ 3 ബ്രദേഴ്സാണ് ഉള്ളത്. രണ്ട്
ഓക്കെ ഇപ്പൊ ഇതിൽ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, പക്ഷെ ഇവരുടെ തമ്മിലുള്ള സിങ്കും പരിപാടി നമുക്ക് ഭയങ്കര പ്രൊഫഷണലാണ്. പൊതുവെ അങ്ങനെയുള്ള ഒരു പരിപാടി ഒന്നും ഇല്ല, അതുണ്ടെങ്കിൽ അതിന്റെ പുറത്താണ്. അങ്ങനത്തെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള പരിപാടി എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളിയാണ് അവര്. ഇനി ആലപ്പുഴ ജിംഖാന എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സിനിമ ഞങ്ങളൊക്കെ അല്ലേ ഇരിക്കുന്നത്. ഇല്ല, ഖാലിദ് റഹ്മാൻ എന്നുള്ള ആളുടെ ഒരു ക്രാഫ്റ്റാണ് അത്. അത് കണ്ടിരിക്കേണ്ടത് ഒന്നായിട്ട് തോന്നുന്നു. ഈ പറയുന്ന ബോക്സിങ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബോക്സിങ് പടങ്ങളുണ്ട്, പക്ഷേ അതിലൊന്നും ഇല്ലാത്തൊരു പരിപാടി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണണമെങ്കിൽ ഇന്ന് തിയേറ്ററിൽ തന്നെ പോകണം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്യൂർലി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഫസ്റ്റ് എക്സ്പീരിയൻസ് ബോക്സിംഗ് പടം ആരും കണ്ടിട്ടുണ്ടല്ലോ. ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ്, കാരണം സ്പോർട്സ് കോമഡി എന്നുള്ള ജോണർ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ് തീർച്ചയായിട്ടും ഉണ്ട്. ഖാലിദ് റഹ്മാൻ അതാണ് മെയിൻ കീ പോയിന്റ്. തീർച്ചയായിട്ടും ബ്രോ അതന്നെയാണോ ഉറക്കത്തിനൊക്കെ നേരത്തെ മോക്ടെയിൽ പറഞ്ഞപ്പോ കോക്ടെയിൽ വരുമെന്ന് പറഞ്ഞു. അഫ്കോഴ്സ് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. പിന്നെ എല്ലാവരും ടീനേജേഴ്സ് ആണ് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. മാസം അങ്ങനെയാണെങ്കിൽ മാസം ഉണ്ട്, റൊമാൻസും ഉണ്ട്, എല്ലാതും ഉണ്ട് അതില്. പിന്നെ എനിക്ക് പറയണേക്കും കൂടുതൽ ഇവരൊക്കെ പറയുന്നത് ബെറ്റർ. അതന്നെ പറഞ്ഞത്. സിനിമ ബേസിക്കലി ഞാനിപ്പോൾ കുറച്ച് സോങ് കണ്ടപ്പോഴും റിവ്യൂ കണ്ടപ്പോഴും പടപടപടന്ന് കട്ട് ചെയ്ത് ഷോട്ട് ലാഗാന്നുള്ളൊരു പരിപാടി ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് സ്പീഡിലാണ്. ഇപ്പം എൻ്റെ ക്യാമറ ഷോട്ട് എടുത്തപ്പോൾ തന്നെ കുറച്ച് നേരം ഉണ്ടായിരുന്നു, പക്ഷെ സോങ്ങിൽ വന്നപ്പോൾ ടപ്പേന്ന് പറഞ്ഞ സാധനം പോകും. അപ്പം അങ്ങനെ അത്രയും സ്പീഡായിട്ട് നല്ലൊരു വിഷുവിന് മുമ്പ് ഒരു പടക്കം പൊട്ടുന്ന പോലത്തെ ഷോട്ടുകളാണ്. അത് നമുക്കൊരു പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു 160 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ എഫേർട്ട് ഇടാൻ പറ്റില്ല തോന്നുന്നില്ല. അഭിനയിച്ചാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും വർത്താവെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആവും പടം. ആ ഫണ്ടും കൂടി വർക്കായാൽ അടിപൊളിയാകും. തീർച്ചയായിട്ടും ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയായിട്ടോ നമ്മൾ ചില പടങ്ങൾ നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഇത് അങ്ങനത്തെ ഒരു പടം ആവട്ടെ. സിനിമ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഹോണ്ട് ചെയ്യല്ല, ഒരു ഇൻസ്പിറേഷൻ പരിപാടിയാണ്. നല്ല രീതിക്ക് ഭയങ്കര ഒരു ഇന്റർവ്യൂ പറഞ്ഞു ഫീൽ ഗുഡ് കിട്ടിയിരുന്നു. അതുപോലെ ഫീൽ ഗുഡും നല്ലൊരു ഇൻസ്പിറേഷനും അങ്ങനെ കിട്ടുന്നു. ഐ തിങ്ക് റഹ്മാൻ സാറിൻ്റെ ഒരു വിഷനും പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരുടെ ഒരു സ്കിൽസിൻ്റെ ഒരു ബെസ്റ്റ് വേർഷനാണ് ഈ പടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇഫ് ഇറ്റ് ഈസ് ആഫ്റ്റർ ദ ഫിലിം കണ്ടത്. സോ ഐ തിങ്ക് ഒരു അമാൽഗമേഷനാണ്, ഒരു കോമ്പിനേഷൻ ഓഫ് എവറിബഡി സ്കിൽസ് ആൻഡ് Rahman sir's vision. I think that has come together in this film. അല്ല, ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം ഒരു ഇന്ന എന്തും അല്ല, ഇപ്പൊ സോങ്സ് കാണുമ്പോ തന്നെ എവറി ഡേയിലുള്ള പോലെ അല്ല. വേറൊരു എല്ലാതെ മൊത്തത്തില് എല്ലാം ഉണ്ട്. പഞ്ചാര പഞ്ച് അങ്ങനെ എല്ലാ സോങ് കാണുമ്പോ തന്നെ എല്ലാത്തിലും വേറെ വേറെ ടൈപ്പാണ്. നമുക്കിപ്പം ഒരു ഇങ്ങനെ ഇതെന്താ സംഭവം എന്ന് ആരുടെ മനസ്സിൽ കൂടെ പോവല്ലോ. പക്ഷേ ഞാൻ എന്താ പറയുന്നത്, ഒരു അല്ല അപ്പം ഒന്നുമില്ല, ഇത് എല്ലാ ഏജ് കാറ്റഗറിക്കും കാണാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യുന്നൊരു മൂവി ആയിരിക്കും. ഫാമിലിക്ക്, ഫ്രണ്ട്സിന്, കസിൻസിന്, അങ്ങനെ എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും പോയി കാണാൻ പറ്റുന്ന നമ്മുടെ മൂഡ് ശരിക്കും ലിഫ്റ്റ് ചെയ്യും. കാരണം കോമഡി ഉണ്ട്, കുറച്ച് ഇമോഷൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഷുവർലി ഒരു ഫൺ വാച്ച് ആയിരിക്കും. അപ്പം ഒരുപാട് അടിപൊളി ക്യാരക്ടറായി കാത്തിരിക്കുന്നു. താങ്ക് യു.